Today I am going to explain 3 examples. First example is, let V be a finite dimensional vector space over the field F and let alpha 1, alpha 2, etc. alpha n this set be any basis for V. So we are considering a finite dimensional vector space over the field F. അങ്ങനെയാണെങ്കിൽ set alpha 1, alpha 2, etc. alpha n basis for V ആണെങ്കിൽ if Wi is the one-dimensional subspace spanned by alpha I, then V can be written as the direct sum of W1, W2, etc. Wn. That is, if W1 is a subspace spanned by alpha I, W2 is a subspace spanned by alpha 2, and etc. Wn is the one-dimensional subspace spanned by alpha n ആണെങ്കിൽ then V can be written as the direct sum of W1, W2, etc. Wn. ഇതാണ് എക്സാമ്പിൾ, ഫസ്റ്റ് എക്സാമ്പിൾ. നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്, let n be a positive integer and f be a subfield of the complex numbers and let V be the subspace of n by n matrices over F. So we are taking a field from complex number, a subfield F from complex number, and considering n as a positive integer. അങ്ങനെയാണെങ്കിൽ we are taking a space, vector space V from n by n matrices over F. എന്ന് വെച്ചാൽ n by n മെട്രിസസിലെ എലമെൻറ്റ്സ് ഒക്കെ കോംപ്ലെക്സ് നമ്പേഴ്സ് ആയിരിക്കും, ബിക്കോസ് വി ആർ ടേക്കിംഗ് ദാറ്റ് സബ്ഫീൽഡ് ഫ്രം കോംപ്ലെക്സ് നമ്പേഴ്സ്. ആൻഡ് ദെൻ വി ആർ കൺസിഡറിങ് ടു സബ്സ്പേസസ് W1 ആൻഡ് W2. W1 എന്ന് പറഞ്ഞാൽ സബ്സ്പേസ് ഓഫ് ഓൾ സിമെട്രിക് മെട്രിസസും W2 എന്ന് പറയുന്നത് സബ്സ്പേസ് ഓഫ് ഓൾ സ്ക്യൂ സിമെട്രിക് മെട്രിസസും ആയിരിക്കും. സിമെട്രിക് മെട്രിസസ് എന്ന് പറഞ്ഞാൽ മെട്രിസസ് എ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എ ആയിരിക്കും. അതേപോലെ സ്ക്യൂ സിമെട്രിക് എന്ന് പറയുമ്പോൾ എന്താ, എ ട്രാൻസ്പോസ് മൈനസ് എ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ദെൻ വി ക്യാൻ ബി റിട്ടൺ ആസ് ദ ഡയറക്റ്റ് സം ഓഫ് W1 ആൻഡ് W2. മാത്രമല്ല, ഇഫ് എ ഈസ് എനി മെട്രിക്സ് ഇൻ വി, ദ യുണീക്ക് എക്സ്പ്രഷൻ ഫോർ എ ആസ് എ സം ഓഫ് ദ മെട്രിക്സ് 1 in W1 and other in W2 is A equal to A1 plus A2 എന്ന് എഴുതാൻ പറ്റും. എന്ന് വെച്ചാൽ എ എന്ന് പറയുന്ന മെട്രിക്സ് വെക്റ്റർ സ്പേസിൽ നിന്ന് എടുത്തു എന്ന് വെച്ചാൽ ദെൻ എ ക്യാൻ ബി റിട്ടൺ ഇൻ എ ഫോം ഓഫ് എ യുണീക്ക് എക്സ്പ്രഷൻ A1 plus A2, where A1 is taken from W1 and A2 is taken from W2. A1 എന്ന് പറയുന്നത് W1 ആണ്. W1 എന്തായിരുന്നു, ദ സബ്സ്പേസ് കണ്ടെയ്നിങ് ഓൾ സിമെട്രിക് മെട്രിസസ്. എന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം ഓഫ് ഹാഫ് ഇൻറ്റു A plus A ട്രാൻസ്പോസ് എന്ന് എഴുതാൻ പറ്റും. A2 എന്ന് പറയുന്നത് W2-ലാണ്. W2 എന്ന് പറഞ്ഞാൽ a subspace containing all skew symmetric matrices ആണ്. So it can be written in the form of half into A minus A transpose. So when we add both of this, we will be getting A. മാത്രമല്ല, ഇതിൻ്റെ intersection എന്ന് പറയുന്നത് സീറോ മെട്രിക്സ് ആയിരിക്കും. So we can be written in the form of direct sum ആയിട്ട് എഴുതാൻ പറ്റും. So this is the second example. The next example is, let T be any linear operator on a finite dimensional vector space V. Let C1, C2, etc. Ck be the distinct characteristic value of T. So we are considering a linear operator on a finite dimensional vector space V. മാത്രമല്ല, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് C1, C2, etc. Ck കൺസിഡർ ചെയ്യാണ് ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് ഓഫ് T. അങ്ങനെയാണെങ്കിൽ let Wi be the space of characteristic vectors associated with the characteristic values. So Wi എന്ന് പറയുന്നത് be the space of characteristic vectors associated with all these characteristic values. CI എന്ന് വെച്ചാൽ CI Wi എന്ന് പറയുന്നത് characteristic vectors associated with the characteristic values CI ആണെങ്കിൽ then W1, W2, etc. Wk are independent. So ഇത് നമ്മളുടെ ഒരു പ്രീവിയസ് ലെമ്മയിൽ കണ്ടീഷൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ W1, W2, etc. Wk എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് എല്ലാം എന്തായിരിക്കും, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഇൻ പർട്ടിക്കുലർ, ഇഫ് T ഈസ് ഡയഗണലൈസബിൾ, ദെൻ V ക്യാൻ ബി റിട്ടൺ ആസ് ദ ഡയറക്റ്റ് സം ഓഫ് W1, W2, etc. Wk. സോ നമ്മൾ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ, ഇതേ കണ്ടീഷനിലുള്ളൊരു ലെമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെയിം കണ്ടീഷൻ എന്ന് വെച്ചാൽ T എന്ന് പറയുന്ന ലീനിയർ ഓപ്പറേറ്റർ ഫൈനൈറ്റ് ഡയമെൻഷൻ
വെക്റ്റർ സ്പേസ് വി എന്നാണെങ്കിൽ ഇതേപോലെ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് ഡിഫൈൻ ചെയ്തിട്ട് പിന്നെ ദെൻ വി ആർ ഡിഫൈനിങ് WI ആസ് എ space of characteristic vectors associated with the characteristic value ci എന്നുള്ള കണ്ടീഷൻ ഉണ്ടെങ്കിൽ ദെൻ ബൈ ലെമ്മ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ W1 W2 എക്സെട്ര WK ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. പിന്നെ പെർട്ടിക്കുലർലി T ഡയഗണലൈസബിൾ ആണെങ്കിൽ, ഈ ലീനിയർ ഓപ്പറേറ്റർ ഡയഗണലൈസബിൾ ആണെങ്കിൽ ദെൻ ദിസ് വെക്റ്റർ സ്പേസ് ക്യാൻ ബി റിട്ടൺ ആസ് ദ ഡയറക്റ്റ് സം ഓഫ് W1 W2 എക്സെട്ര WK. That's it. Thank you.